മകളെ, ജെറുസലേം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിദേശങ്ങളിൽ നിന്നും സ്വദേശങ്ങളിൽ നിന്നും ഒത്തിരിയേറെ മക്കൾ കാതോർത്ത് നിൽക്കുന്ന സമയമാണ്. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുകയാണ്. മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുകയാണ്. അമല മനോഹരിയായ പരിശുദ്ധമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, പാപത്തിൻ്റെ സൂത്രധാരകൻ പിശാചാണ്. പിശാചിനെ തകർക്കാൻ നമ്മുടെ കൈവശം സമരായുധങ്ങൾ, ആത്മീയമായ ആയുധങ്ങൾ നമുക്ക് ആവശ്യമാണ്. പ്രായശ്ചിത്തം, പരിഹാരം, ഉപവാസം, കരുണയുടെ ജപമാല, ആത്മീയമായ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ പാപത്തിൻ്റെ സൂത്രധാരകനായ പിശാചിൻ്റെ തല തകർക്കുകയാണ് ചെയ്യുന്നത്. ഇതാ വചനം കേൾക്കുക. ജെറമ്യയുടെ പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യം. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു, ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണർ കുഴിക്കുകയും ചെയ്തു. 2 തെറ്റുകളാണ് ജെറമ്യ പ്രവാചകൻ നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, ദൈവത്തെ ഉപേക്ഷിക്കുക. 2, പൊട്ടക്കിണർ കുഴിക്കുക. ദൈവത്തെ ഉപേക്ഷിച്ച് എല്ലാം നേടാമെന്ന് വിചാരിച്ച് പലയിടങ്ങളിലേക്ക് പോയി തകർന്നു പോകുന്ന എത്രയെത്ര കുടുംബങ്ങളെയാണ് നമ്മുടെ കൺവെട്ടത്തൂടെ കടന്നു നീങ്ങുന്നതല്ലേ. ഒരു പാപിക്ക് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം കണ്ണുനീരോടെയുള്ള പശ്ചാത്താപമാണ്. കണ്ണുനീരോടുള്ള പശ്ചാത്താപം ഏത് കഠിന ഹൃദയത്തെയും മാനസാന്തരത്തിലേക്ക് ആനയിക്കും. പശ്ചാത്തപിക്കാൻ ഇഷ്ടമില്ലാത്തവരെക്കുറിച്ച് പറയുന്നത് ചികിത്സിക്കാനാകാത്ത രോഗിയെപ്പോലെയാണവർ. പാപത്തിന് തെറ്റ് ചെയ്ത് പശ്ചാത്തപിക്കാത്തവർ ചികിത്സ തേടാത്ത രോഗിക്ക് സമമാണെന്ന്. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അധികാരിയായ പിശാചിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ അകപ്പെടുകയാണ്. പാപത്തിൻ്റെ ആരംഭം സുഖകരവും രസകരവും അതുപോലെ തന്നെ നമ്മൾക്ക് വലിയ ജിജ്ഞാസ പകരുന്നതുമായിരിക്കും. എന്നാൽ അതിൻ്റെ അവസാനം അതിഭയാനകമായിരിക്കുന്ന ദുരന്തമായിരിക്കും. എത്ര വലിയ പാപികളെയും കഴുകി നിർമ്മലനാക്കുന്ന സ്നേഹനാഥനായ പിതാവാണ് നമ്മുടെ ദൈവം. ആ സ്നേഹക്കടലിലേക്ക് നമുക്ക് ഒരുമിച്ചെടുത്ത് ചാടാം, മുങ്ങിക്കുളിക്കാം, പൂർണ്ണമായി വിടുതൽ നേടാം. ആ കടലിൽ കഴുകാൻ പറ്റാത്ത ഒരു പാപക്കറയുമില്ല. ദൈവമേ, ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ഞങ്ങളെല്ലാവരെയും കഴുകി വിശുദ്ധീകരിക്കണമേ. ഇതാ ഈശോ പാപമോചനവുമായി വന്നു നിൽക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയിൽ സംബന്ധിച്ച സർവ്വ മക്കളുടെ കൂടെ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.